NDA പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന റാലിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും വെള്ളിയാഴ്ച പാലായിൽ നടന്നു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കുരിശുപള്ളിക്കവലയിലെത്തി മഹാറാണി ജംഗ്ഷൻ ചുറ്റി തിരികെ കുരിശുപള്ളിക്കവലയിൽ സമാപിച്ചു. വിവിധ നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു റാലി. കൊടിതോരണങ്ങളും മുദ്രാവാക്യങ്ങളും നഗരത്തെ ആവേശത്തിലാഴ്ത്തി. പാലായിൽ BJP ഇന്നുവരെ സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിപാടിയായി ഈ ബഹുജന റാലിയും പൊതുസമ്മേളനവും മാറി. പാലായിലെ 12 പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും BJPയുടെയും ഘടകകക്ഷികളുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലായിലെ NDA സ്ഥാനാർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. ഷോൺ ഒരു യൂത്ത് ലീഡറുമാണ്. വളരെ ഒരു ആർട്ടിക്കുലേറ്റ് ക്രിസ്ത്യൻ അഡ്വക്കേറ്റ് അതുമാണ്. ഒരു ഫിയർലെസ്, ഒരു ധൈര്യത്തോട് മുമ്പോട്ട് പോകുന്ന, സമുദായത്തിന് സേവിക്കാൻ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനുമാണ്. BJP NDAയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാവുമാരും പ്രവർത്തകരും എല്ലാം രാഷ്ട്രീയം കാണുന്നത് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ഒരു പൊസിഷന് വേണ്ടിയിട്ടോ ഒരു പവറിന് വേണ്ടിയിട്ടോ കോൺഗ്രസ് പോലെ CPM പോലെ അവസരവാദ രാഷ്ട്രീയം ചെയ്യാനല്ല ഞങ്ങൾ കാണുന്നത്. നാടിനെ നന്നാക്കാൻ, നിയോജകമണ്ഡലം നന്നാക്കാൻ, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ, ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, ഇലക്ഷൻ മത്സരിക്കുന്നത്. കാരണം ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, ഷോൺ ഒരു അവസരം കൊടുത്താൽ, പാലൻ ജനങ്ങൾ ഷോണിന് ഒരു അവസരം കൊടുത്താൽ 100% ഞാൻ ഉറപ്പു തരുന്നു, വലിയ മാറ്റം പാലയിൽ ഷോണും ഷോണിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഞാനും ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് പിന്തുണ തരുന്ന നരേന്ദ്രമോദിജിയും കൊണ്ടുവരാൻ സാധിക്കും. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പാലാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പാലായുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തത് നമ്മളാരുമല്ല, ജോസ് കെ മാണിയാണ്. 5 വർഷക്കാലം അവിടെ ഇരുന്നു. എന്നിട്ട് ആ 250 രൂപയ്ക്ക് 200 രൂപ കൊടുക്കാൻ കഴിഞ്ഞോ? നാണമുണ്ടോ? കൂട്ടി ചോദിച്ചുകൊണ്ട് വീണ്ടും കർഷകന്റെ വീട്ടിൽ കയറിച്ചല്ല. ഇതേ 250 രൂപ കൊടുക്കാമെന്ന് മാണി സിക്കാപ്പനും പറഞ്ഞിരുന്നു അല്ലേ, അവരുടെ പ്രകടന പത്രികയിൽ. എന്നിട്ട് ആ നിയമസഭയിൽ മുണ്ട് മുറുക്കി കൊടുക്കാനേലും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബറിന് എന്നാ വില കൂട്ടാക്കാത്തെന്നൊന്ന് ചോദിച്ചോ ഒരു പ്രാവശ്യം 5 വർഷക്കാലത്തിനിടയിൽ? മുണ്ട് മുറുക്കി കൊടുക്കാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. അങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ റബ്ബറിന് എന്താ വില കൂടാത്തെന്ന്? ആ റിവർ വ്യൂ റോഡിലോട്ടൊന്ന് പോയി നോക്കിയാൽ മതി. അവിടെ നല്ലൊരു വികസനം, ഇവിടെ മുതൽ ആ ബിഷപ്പ് ഹൗസിന്റെ പുറകെ വരെ നല്ലൊരു വികസനം 8 വർഷമായിട്ട് അസ്ഥികൂടമായിട്ട് നിൽപ്പുണ്ട്. പാലാ ടൗണില് ഒരു പെൺകുട്ടിയോ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയാൽ മാന്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ള സ്ഥലമില്ല. ഗവൺമെന്റ് ആശുപത്രി വികസിപ്പിച്ചെന്നാ പറയുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും, ഇവിടെ രാജീവ്ജി സൂചിപ്പിച്ചു, മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ. മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ അവിടെ ഒരു പേനയും കൊടുത്ത് ഒരു പ്യൂണെ ഇരുത്തിയാൽ മതി. ഈ ആശുപത്രി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, ടൂറിസം രംഗത്ത് വലിയ വികസനം ഉണ്ടാകണം. അതിന് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ നിൽക്കുന്ന പിണറായി സർക്കാരോ ഇനി വരാൻ പോകുന്ന സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല. അതിനപ്പുറത്ത് ഈ നാട്ടിൽ കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം. മദ്യവും ലോട്ടറിയും മാത്രം വരുമാനമുള്ള ഒരു സംസ്ഥാനത്ത് നടത്താൻ പറ്റുന്ന വികസനത്തിനപ്പുറത്ത് ഈ നാട്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും. ഈ നാട്ടിലൂടെ ഭാരത് മാല പദ്ധതിയിലൂടെ 6 ലൈൻ റോഡ് കടന്നു പോകും. നിങ്ങൾ എഴുതി വെച്ചോ.
പാലായിൽ നിന്നും എറണാകുളത്തേക്ക് ഹൈവേ ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ. IIITയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിയുടെ കോഴ്സ് വരും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കോഴ്സ് വരും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പാലായുടെ മണ്ണിൽ നിരവധിയായി ഉണ്ടാകും. 100 കോടി രൂപയുടെ പദ്ധതി. മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, കുട്ടിക്കൽ. ഇത് പാലായ മാത്രമല്ല, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം സർക്യൂട്ട് 44 കിലോമീറ്ററിൽ 25 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അത് വികസിപ്പിക്കാനുള്ള പദ്ധതി ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, അതിനുള്ള DPR തയ്യാറാക്കാൻ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് വന്നാൽ 100 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മലയോര പഞ്ചായത്തുകളിൽ മാത്രമായി നടക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ തോമസ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് N ജയസൂര്യൻ എന്നിവർ പ്രസംഗിച്ചു. BJP ദേശീയ കൗൺസിൽ അംഗം PC ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ഇടത് വലത് മുന്നണികൾ കേരളത്തെ കട്ടുമുടിച്ചതായും പാലായിലെ ജനങ്ങൾ ഇവരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞ് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് PC ജോർജ് അഭ്യർത്ഥിച്ചു. ഇടത് വലത് മുന്നണികളുടെ പൊള്ളത്തരവും പ്രീണന രാഷ്ട്രീയവും പൊതുജനം തിരിച്ചറിയണമെന്നും പാലായുടെ വികസനവും കഴിഞ്ഞകാല രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥി MLA എന്ന നിലയിൽ ഈ നാട്ടിൽ പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നവരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി വലിയ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി പരിചയമുള്ള ജനങ്ങൾക്ക് ഇത്തവണ വോട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്ക് വോട്ട് ചെയ്യണം എന്നവർക്ക് ബോധ്യം ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വിനയത്തോട് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഭാരതത്തിൽ നരേന്ദ്രമോദിജി കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം പ്രാപ്യമാകുന്നില്ല എന്നതാണ് ഒരു സത്യം. അഥവാ എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതാണ് എന്ന് പറയാൻ LDFും UDFും മത്സരിക്കുകയാണ്. BJP നിയോജക മണ്ഡലം പ്രഭാരി ഡോക്ടർ രഞ്ജിത്ത് പാട്ടീൽ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ്, നാഷണൽ ഫാർമേഴ്സ് പാർട്ടി നേതാവ് ജോണി മാത്യു, BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് NK നാരായണ നമ്പൂതിരി, ജോസഫ് T ജോസഫ്, രഞ്ജിത്ത് മീനാഭവൻ, വത്സല ഹരിദാസ്, ജോർജ് ജോസഫ്, സെബി വറമുണ്ട, NDA നിയോജക മണ്ഡലം കൺവീനർ CB ചിന്നൂസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സജീഷ് തെക്കൽ, വടങ്ങാന മണ്ഡലം പ്രസിഡന്റ് ഷാനു VS, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനീഷ് ചൂണച്ചേരി, ജില്ലാ സെക്രട്ടറി സരീഷ് കുമാർ MR തുടങ്ങിയവർ പങ്കെടുത്തു.